കിഴക്കുനിന്നും എത്തിയ രാജാക്കന്മാരെ യേശുവാകുന്ന നിത്യരക്ഷയിലേക്ക് വഴി കാണിച്ചു നയിച്ച നക്ഷത്രം പോലെ സുവിശേഷം കടന്നു ചെല്ലാത്ത ദേശങ്ങളിലേക്ക്, സുവിശേഷാഗ്നി മങ്ങിപ്പോകുന്ന രാജ്യങ്ങളിലേക്ക് തീക്ഷ്ണതയോടെ സഞ്ചരിക്കുന്ന ഒരു കുടുംബം. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് മുഴുവൻ സമയ സുവിശേഷ യാത്ര ചെയ്യുന്ന ഒരു കുടുംബം. വടക്കേ ഇന്ത്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി നിരവധി പ്രദേശങ്ങളിലേക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ വാഹകരായി കടന്നു ചെല്ലുന്ന ഒരു മിഷൻ കുടുംബം. ഇത് ആലപ്പുഴ സ്വദേശിയായ അനി ജോസഫും കുടുംബവും ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ തങ്ങൾ ചെയ്യുന്ന സുവിശേഷ യാത്രയെക്കുറിച്ച് ഈ കുടുംബം നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് അനി ജോസഫ്. ഞങ്ങളുടെ വീട് ആലപ്പുഴയാണ്. എൻ്റെ ഭാര്യ മഞ്ജു. ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. മൂത്താൾ ലിറ്റിൽ ഫ്ലവർ, ജോൺ പോൾ, ക്രിസ്റ്റി ക്ലെയർ, റൂത്ത് മരിയ, ഫൗസ്റ്റിൻ റോസ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുടുംബസമേതം ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഈശോയെ അറിയാത്തവർക്ക് വേണ്ടി, ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ പങ്കുവയ്ക്കാൻ വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് ഈശോ നൽകിയിരിക്കുന്ന ആ വാഗ്ദാനം ഞങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തത് കൊണ്ട് ഞങ്ങളെ ഏത് സമയത്ത് കർത്താവ് എങ്ങോട്ട് വിളിച്ചാലും പോകുവാൻ ഞങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അതിന് തക്കവണ്ണം ഞങ്ങൾ മറ്റൊരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവർ ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് അവർ പഠിക്കുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങളെ മുഴുവൻ സമയം സഹായിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ അതിന് വലിയൊരു കാരണമുണ്ട്. 2000 വർഷം മുമ്പ് ക്രിസ്തു ലോകത്തിൽ ഭൂജാതനായെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ 30 വർഷം മുമ്പ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഈശോ കടന്നു വന്നു. അതാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് കാരണമായത്. അന്ന് എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ക്രിസ്തുവിനെ കാര്യമായി അറിയത്തില്ലായിരുന്നു. എൻ്റെ ഡാഡി നല്ലൊരു മദ്യപാനിയായിരുന്നു. നിരന്തരം പുകവലിക്കുന്ന ആളായിരുന്നു. അങ്ങനെ തകർന്ന ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ ഡാഡി പള്ളിയിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിരുന്നതായി എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആരോ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് ഞങ്ങളെ ഒരു സായാഹ്ന വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വിളിച്ചു. ഞാനും എൻ്റെ മമ്മിയും കൂടെ ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തു. അന്ന് അവിടെ വെച്ച് ഈശോയെ കണ്ടുമുട്ടിയവർ ഈശോയെ പറ്റി പറയുന്നത് കേട്ടു. അപ്പം എൻ്റെ മമ്മി ഇങ്ങനെ വിചാരിച്ചു, ഈ യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ ഈ കേട്ടതുപോലെ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, ഈശോയെ ഒന്ന് വരണമേ എന്ന് എൻ്റെ മമ്മി പറഞ്ഞു. ഞങ്ങൾ ഭവനത്തിൽ വരുമ്പോൾ ഞങ്ങളോടൊപ്പം ഈശോ വന്നിട്ടുണ്ടായിരുന്നു. ഈശോ അതൊരു ഭംഗിവാക്ക് പറഞ്ഞതല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അന്ന് വൈകിട്ട് എൻ്റെ ഡാഡി തലവേദന കൊണ്ട് വിഷമിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ആ വചനം കേട്ടപ്പോൾ ഈശോ പറഞ്ഞിരുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങളതങ്ങ് വിശ്വസിച്ചു. ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ അപ്പം തന്നെ ഡാഡിയെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ വിശ്വാസം വളർന്നു. ഞങ്ങളോടൊപ്പം ഈശോ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഡാഡിയുടെ കാലിൽ 3 ആണി ഉണ്ടായിരുന്നു. ആണി രോഗം വർഷങ്ങളായി ഉണ്ടായിരുന്ന ഞങ്ങൾക്കറിയാം. അത് മാറിയിരുന്നില്ല. ഡാഡി ഒത്തിരി വേദന അനുഭവിച്ചിരുന്നു. ഞങ്ങൾ ഡാഡിയോട് പറഞ്ഞു, ഈശോ നമ്മുടെ വീട്ടിലുണ്ട്, ഈശോയിൽ വിശ്വസിച്ചാൽ, ഈശോയോട് പറഞ്ഞാൽ ഈശോ അത് സുഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഡാഡിക്ക് ആദ്യം അത് വിശ്വാസമായില്ല. ഡാഡി കളിയാക്കി. പക്ഷേ ഞാനും എൻ്റെ മമ്മിയും വീണ്ടും ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ഈശോ ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ ഡാഡിയെ സുഖപ്പെടുത്തി. അങ്ങനെ എൻ്റെ ഡാഡി ഒരു വിശ്വാസിയായി മാറി. ഡാഡിയും മമ്മിയും കൂടെ 1989 അവരൊരുമിച്ച് താമസിച്ചുള്ളൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതാ എൻ്റെ ഡാഡി തൻ്റെ പഴയ ജീവിതം മുഴുവൻ വിട്ടുകളഞ്ഞു. മദ്യപാനവും പുകവലിയും എല്ലാം ഉപേക്ഷിച്ചു. പുതിയൊരു മനുഷ്യനായി തീർന്നു. അന്നു മുതൽ എൻ്റെ ഡാഡിയും മമ്മിയും ആ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരായി മാറി.
അവർ അത് പങ്കുവയ്ക്കാൻ തുടങ്ങി. അവരുടെ കരം പിടിച്ച് 8ാം ക്ലാസ്സിൽ ഞാനും ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന വിവരം മറ്റുള്ളവരോട് പറയുവാൻ, ഇതെല്ലാവരുടെ അവകാശമാണെന്ന് മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുക്കുവാനായിട്ടുള്ള ആ യാത്ര ആരംഭിച്ചു. ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് എൻ്റെ ഭാര്യ മഞ്ജുവിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നത്. അവളുടെ അപ്പനും നല്ലൊരു മദ്യപാനിയായിരുന്നു. തകർന്ന കുടുംബ സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോൾ ഇതുപോലെ ഒരു രോഗശാന്തിയിലൂടെ അവരും യേശുവിനെ കണ്ടെത്തുവാൻ ഇടയായി. അന്ന് മഞ്ജു 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നതിനേക്കാളേറെ വലിയൊരു ദൈവാനുഭവത്തിൽ ആയിരുന്നു അവർ. ഈശോ അവരുടെ വീട്ടിലേക്കും കടന്നു വന്നു. അന്നു മുതൽ അവളും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഉള്ളൊരു ആഗ്രഹമുള്ളവളായി വളർന്നു വന്നു. പ്രിയമുള്ളവരെ, എന്നെ അതിന് സഹായിച്ചത് ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ച് കൂടിയ ക്രിസ്ത്യൻ ധ്യാനമാണ്. എൻ്റെ മാതാപിതാക്കളിലൂടെ കിട്ടിയ അറിവിലൂടെ ഈശോയെ എനിക്കറിയാമായിരുന്നെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത് ക്രിസ്ത്യൻ ധ്യാനത്തിലാണ്. ഞാൻ അന്ന് ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ എൻ്റെ ജീവനും ജീവിതവും ഈശോയ്ക്ക് സമർപ്പിച്ചു. ഈശോയെ, എന്നെയും നീ വിളിക്കണേ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ പോലെ ഈ സുവിശേഷം പങ്കുവയ്ക്കാൻ എന്നെയും ഉപയോഗിക്കണേ, വിളിക്കണേ എന്ന് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആ കാലങ്ങളിലെല്ലാം എൻ്റെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ മുഴുവൻ ഇത് നിറഞ്ഞു നിന്നിരുന്നു. ഈശോയെ പങ്കുവയ്ക്കണം, ഈശോയെക്കുറിച്ച് പറയണം, മറ്റുള്ളവരോട് പറയണം എന്നൊക്കെ. അത് എൻ്റെ സ്കൂൾ ലൈഫിലൊക്കെ അത് തുടർന്നുകൊണ്ട് പോന്നു. എൻ്റെ ക്ലാസ്സിലുള്ളവരോട്, ഞാൻ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഞാൻ ഈശോയെ പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രാർത്ഥന കൂടി. അങ്ങനെ 7ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ആ ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഞാൻ കേട്ടു, നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അന്ന് തൊട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. വലിയ ഊഹമൊന്നും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോയി. പക്ഷേ 10th വന്നപ്പോൾ കുറച്ചും കൂടെ ഞാൻ വലുതായില്ലേ. അപ്പോൾ ഞാൻ ഏത് ജീവിതാന്തസ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു സിസ്റ്റർ ആവണമെന്നൊരാഗ്രഹം ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ എന്നെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന, ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. മുഴുവൻ സമയവും കർത്താവെ, ജീവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ, മരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ മുഴുവൻ സമയവും നിനക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഒരു സുവിശേഷ വേല ചെയ്യുന്ന ആളായിരിക്കണമല്ലോ. അപ്പോൾ അന്നേരം തൊട്ടാണ് അങ്ങനെ ചിന്തിക്കാനും സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയത്. ജീവിത പങ്കാളി മുഴുവൻ സമയവും സുവിശേഷ വേല ചെയ്യുന്ന ആളായിരിക്കണം ഈശോയെ. കാരണം എനിക്ക് സുവിശേഷം പങ്കുവയ്ക്കണം. ഞാൻ അനുഭവിച്ച ഈശോയെ, ഞാൻ കണ്ടുമുട്ടിയ ഈശോയെ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയിരുന്നു. അങ്ങനെ 2001 ഞങ്ങളുടെ വിവാഹം ഫിക്സ് ചെയ്യുന്നത്. 2002 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അന്നേരം ഇദ്ദേഹം മുഴുവൻ സമയവും ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു. മറ്റ് വിവാഹാലോചനകളൊക്കെ വന്നപ്പോഴും മുഴുവൻ സമയവും സുവിശേഷ വേല ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് സഹായിച്ചത്. ക്രിസ്തുവിനെ അറിയാത്തവർക്ക് ക്രിസ്തുവിനെ നൽകുക എന്നതാണ് തങ്ങളുടെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ ഇവർ ഒരു മുഴുവൻ സമയ സുവിശേഷ പ്രഘോഷണ സമർപ്പണം തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏറ്റെടുത്തു. ഈശോയെ നൽകുന്നവർക്ക് വേണ്ടതെല്ലാം ഈശോ നൽകുന്നു എന്നതാണ് ഈ കുടുംബത്തിൻ്റെ ആപ്തവാക്യം. ദൈവത്തിൻ്റെ പരിപാലന, അതൊന്നു മാത്രം ഈ കുടുംബത്തിൻ്റെ തണലാകുന്നു. കുടുംബം മുഴുവൻ ഒന്നു ചേർന്ന് ഈ ദൗത്യം നിർവഹിക്കുന്നു. ഇതിനായി കുട്ടികൾ ഹോം സ്കൂളിംഗ് എന്ന പഠന രീതി തന്നെയാണ് പിന്തുടരുന്നത്. ഇത് ഇവരെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ച് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് മക്കളെ നൽകി. ഞങ്ങൾ ശുശ്രൂഷയും കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളെപ്പോലെ മുഴുവൻ സമയം വേല ചെയ്യുവാൻ ഞങ്ങളോടൊപ്പം ചില സഹോദരങ്ങളും കൂടി ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ പലരും എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവരെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാം, ദൈവപരിപാലനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാം, കാരണം അവൻ്റെ അപ്പൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, അവന് ജോലിയൊന്നും ഇല്ലെങ്കിലും അവന് കഞ്ഞൂടിയൊന്നും മുട്ടത്തില്ല, അവന് വീട്ടിൽ അത്യാവശ്യം സുരക്ഷിതത്വമൊക്കെ ഉണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു, അവരെ ദുർബലപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വിഷയം തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 3 മക്കളുണ്ടായിരുന്നു ആ സമയത്ത്.
ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീട് വിട്ട് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് ഞങ്ങളെ സമർപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളതും ഞങ്ങളുടെ ഭവനത്തിൽ പറഞ്ഞു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ അനുവാദത്തോടു കൂടെയാണ് ഞങ്ങൾ വീട് വിട്ട് ഞങ്ങൾ ഈ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുവാൻ തീരുമാനമെടുത്തത്. 1 വർഷം ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വീട്ടിൽ ലഭിച്ചിരുന്ന സുരക്ഷിതത്വമോ ഒന്നുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഞങ്ങൾ കർത്താവ് കാണിച്ചു തന്ന ഞങ്ങളുടെ ടൗണിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെ ഞങ്ങളുടെ തന്നെ ഒരു അകന്ന ബന്ധുവിൻ്റെ ഒരു സ്ഥലമാണ് കർത്താവ് കാണിച്ചു തന്നത്. അവിടെ കരണ്ട് ഇല്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. കർത്താവ് അത് കാണിച്ചു തരുമ്പോൾ കരണ്ട് കിട്ടാനുള്ള സാധ്യതകളും കുറവായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞുങ്ങളുമായിട്ട് കരണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പോകാൻ ഇങ്ങനെ മടിച്ചു നിന്ന സമയത്ത് ഞങ്ങൾക്ക് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തുവാൻ ഒരു അവസരം ഉണ്ടായി. ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. കൃത്യമായ അടപ്പോ വാതിലോ പൂട്ടോ ഒന്നും ഇല്ലാത്ത തുറന്ന ക്ലാസ് റൂമിൽ ഞങ്ങൾ 3 ദിവസം താമസിച്ചു. അവിടെ കരണ്ടില്ലായിരുന്നു, ഫാനില്ലായിരുന്നു, ലൈറ്റില്ലായിരുന്നു. ഞങ്ങളുടെ മക്കളോടൊപ്പം ഇവിടെ 3 രാത്രി ഉറങ്ങിയപ്പോൾ അത് കൊതുക് കടിച്ചു, ചൂടുണ്ടായിരുന്നു. പക്ഷെ അവരാരും അസ്വസ്ഥപ്പെട്ടില്ല, അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടില്ല. അപ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടേണ്ട, കരണ്ടില്ലാത്തവർക്ക് വിഷമിക്കേണ്ട, നിങ്ങൾ പോവുക. അങ്ങനെ ഞങ്ങൾക്ക് ബലം പകർന്നു കർത്താവ്. എൻ്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 1 വർഷം ഈ കരണ്ടില്ലാത്ത സ്ഥലത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കരണ്ട് നൽകി. അവിടെ ഞങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് വളരെ ശക്തമായി പടുത്തുയർത്താൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊന്നിലും ആശ്രയിക്കാനില്ലായിരുന്നു, ദൈവത്തിൽ മാത്രമേ ഉള്ളായിരുന്നു. അവിടം തൊട്ടാണ് ഞാൻ ബ്ലൈൻഡ് ഫെയ്ത്ത് ഞാൻ പരിശീലിക്കാൻ തുടങ്ങിയത്. അതുവരെയുള്ളത് എൻ്റെ യഥാർത്ഥ വിശ്വാസമായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആശ്രയിക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ, സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം, ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സന്തോഷവും ദൈവം നടത്തുന്നത്, വളരെ അത്ഭുതകരമായ ദൈവം ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് കാണുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുവാൻ ഇടയായി. ദൈവത്തിൻ്റെ പരിപാലനയിൽ ശരണം വെച്ചുകൊണ്ട് ഈ കുടുംബം യാത്രയാകുന്നു ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക്. ക്രിസ്തുവിനെ നൽകുക എന്ന ദൗത്യം ഇവർ തിരുസഭയോട് ഒന്നുചേർന്ന് ചെയ്യുന്നു. മനുഷ്യരക്ഷയ്ക്കായി പുൽക്കൂട്ടിൽ അവതരിച്ച് കാൽവരിയിൽ ബലിയായ ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യം ഇവർ ലോകമെങ്ങും ഏറ്റുപാടുന്നു. തങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ സമർപ്പണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ മൂല്യമേറിയതാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. നിന്റെ ഭാര്യ ഭവനത്തിൽ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കുമെന്ന കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം അതുപോലെ ഞങ്ങളുടെ മേശയ്ക്ക് ചുറ്റും കൂടുതൽ മക്കളുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. മൂത്തയാൾ നോർമലായിട്ട് പോന്നു. 2ാമത്തെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നേഴ്സുമാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മൂത്തത് പെൺകുട്ടി, 2ാമത്തത് ആൺകുട്ടി, ഇനി നിർത്താമല്ലേ, ഇതോടുകൂടി നമുക്ക് നിർത്തിയേക്കാമല്ലേ എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചു വന്നു. അപ്പോഴൊക്കെയും 2ാമത്തെ സിസേറിയൻ ആയപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇച്ചിരി വിഷമമൊക്കെ വന്നു. കാരണം കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നമാണല്ലോ. അപ്പം കൂടുതൽ സിസേറിയൻ ചെയ്യാൻ പറ്റുമോ, അതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതൽ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുന്നു. പക്ഷേ ഒരിക്കലും ആരും ഫോഴ്സ് ചെയ്തപ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്വപ്നത്തിലോ ആഗ്രഹത്തിലോ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ ആ സിസേറിയൻ കണ്ടിന്യൂ ചെയ്തു. 4 സിസേറിയൻ ചെയ്തു. അപ്പോൾ ഓരോ സിസേറിയനും കഴിയുമ്പോഴും ആരോഗ്യം ഒത്തിരി ക്ഷയിച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം ആർത്രൈറ്റിസ് പോലുള്ള ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഓരോ സിസേറിയൻ കഴിയുമ്പോഴും അത് കൂടി വരികയാണ്. ഓരോ പ്രഗ്നൻസിയിലും ഓരോ സിസേറിയനും കഴിയുമ്പോൾ അത് കൂടും. പക്ഷേ എങ്കിലും 2ാമത് സിസേറിയൻ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ 3ാമത് ചെയ്തപ്പോഴോ 4ാമത് ചെയ്തപ്പോഴോ എന്നാൽ മതി, ഇത്രയും പ്രാവശ്യം കീറിയാൽ മതി, ഇനി നിർത്തിയേക്കാം എന്ന് ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചില്ല, ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങൾ കൂടുതൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവിൻ്റെ കൽപ്പന പാലിക്കണമെന്ന അല്ലെങ്കിൽ തിരുവചനം പാലിക്കണമെന്ന ആഗ്രഹമാണ്
ഞങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷം നൽകുന്ന സമയത്ത് മാത്രമല്ല, ഈ അവസരങ്ങളിലെല്ലാം കർത്താവ് ആ വേദനിപ്പിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കർത്താവ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു, തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ ഈ അവസരങ്ങളിലൂടെ എല്ലാം ദൈവം ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അപ്പോഴും ദൈവം ഞങ്ങൾക്ക് ഇമ്മാനുവേലായിരുന്നു. അവിടെയും ഞങ്ങൾ കർത്താവിനെ സ്തുതിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ഇങ്ങനെ സിസേറിയൻ ചെയ്തപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പം രണ്ടാമത്തെ കൊണ്ട് സ്റ്റോപ്പാക്കിയിരുന്നെങ്കിൽ, ഒരു മോനായി ഒരു മോളായി ഇത് നമുക്ക് സ്റ്റോപ്പായിരുന്നെങ്കിൽ ബാക്കി കുഞ്ഞുങ്ങളുടെ മുഖം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അവരുടെ സന്തോഷവും ഞങ്ങൾ ഒരുമിച്ച് സ്നേഹം പങ്കുവയ്ക്കുമ്പോഴും അവരുടെ ചെറിയ സന്തോഷങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കുചേരുമ്പോഴും ഒക്കെ ഞാൻ ഓർക്കും, ദൈവമേ ഈ കുഞ്ഞിപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ പറ്റുമായിരുന്നോ, ഇങ്ങനെ ചേരാൻ പറ്റുമായിരുന്നോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും മക്കൾ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾക്കുള്ളവൻ ദൈവം, ഞങ്ങൾക്കുള്ളവൻ, ശരണം തന്റെ ചിറകടിയിൽ, എത്ര ഭാഗ്യമിത്. ഞങ്ങൾക്കുള്ളവൻ ദൈവം, ഞങ്ങൾക്കുള്ളവൻ, ശരണം തന്റെ ചിറകടിയിൽ, എത്ര ഭാഗ്യമിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ പപ്പായും മമ്മായും ഞങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങളും മമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തൊട്ട് അവരോടൊപ്പം സുവിശേഷ വേലയിൽ പങ്കുചേർന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് സുവിശേഷ വേലയിലായിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ അവരുടെ ശുശ്രൂഷകൾ സപ്പോർട്ട് ചെയ്യും. അവരുടെ എല്ലാ രീതിയിലും ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ കേരളത്തിന് പുറത്തും കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലൊക്കെ മിഷൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ളപ്പോഴൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഈശോയെ നമുക്ക് കിട്ടിയ അനുഭവം ഒന്നും കിട്ടാതെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ ഞങ്ങൾ കണ്ടു. അപ്പം അവരിലേക്കൊക്കെ ഈശോയെ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും മമ്മാടെ പപ്പാടെ ഒരുമിച്ച് ഞങ്ങൾ സുവിശേഷ വേലയിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് പപ്പാടെയും മമ്മാടെയും മക്കളായിട്ട് സുവിശേഷ വേലയിൽ അവരോടൊപ്പം അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. മുഴുവൻ സമയം സുവിശേഷ സമർപ്പണം ചെയ്ത തങ്ങളുടെ കുടുംബത്തെ അനുദിനം പരിപാലിക്കുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് ഇവർ പങ്കുവച്ചു. ദൈവത്തിൻ്റെ പരിപാലന, അതൊന്നു മാത്രം ഈ കുടുംബത്തിൻ്റെ കരുത്താകുന്നു. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ കൂടെ നടക്കുന്നവനാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് 5 മക്കളാണുള്ളതെന്ന് പറഞ്ഞു. മൂത്ത ആൾക്ക് അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുടുംബമായി ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ മിഷൻ യാത്രയ്ക്കായിട്ട് പോയത്. അപ്പോൾ 4ാമത്തെ ആൾക്ക് 1 വയസ്സ് പോലും ആയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വളരെ ചൂടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ പലരും ഞങ്ങളോട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. കാരണം ഞങ്ങളോടൊത്തുള്ളവൻ ചൂടിനെ തണുപ്പാക്കാനും തണുപ്പിനെ ചൂടാക്കാനും കഴിയുന്നവനാണ്. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് വിപരീത കാലാവസ്ഥകളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു യാത്ര ആഫ്രിക്കയിലെ കെനിയയിൽ ഞങ്ങൾ പോയി മടങ്ങി വരുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. തണുപ്പത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ 5ാമത്തെ കുട്ടിക്ക് അവൾക്ക് 1 വയസ്സ് തികഞ്ഞിട്ടില്ല. മടങ്ങി വരുമ്പോൾ തണുപ്പിൽ നിന്ന് ചൂടിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. തണുപ്പത്തേക്ക് പോയപ്പോഴുണ്ടായിരുന്ന അവസ്ഥ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കുഞ്ഞ് തണുപ്പിനെ അതിജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് അവൾക്ക് ബ്ലാങ്കറ്റ് ഇടാൻ കഴിയാതെ രാത്രിയിൽ ഞങ്ങൾ ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കുമ്പോൾ അവൾ അതില്ലാതെ
ഉറങ്ങുന്നതാണ്. കാരണം അതിടുമ്പോൾ അവൾക്ക് വേർത്തിട്ട് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവൾക്ക് അവിടെ ദൈവം ചൂട് നൽകി. ഞങ്ങൾ മടങ്ങി വന്ന് ബോംബെയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അവൾ കരയാൻ തുടങ്ങി. ചൂടെടുത്തിട്ട് ട്രെയിനിൽ കയറി ഇരിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ചൂട്. അങ്ങനെ ട്രെയിൻ വിടുന്നത് വരെ ഞാനൊരു ഫാനിൻ്റെ കീഴിൽ കുഞ്ഞിനെയും പിടിച്ച് നിന്നു. ട്രെയിനിലേക്ക് കയറിയപ്പോൾ കരച്ചിൽ കൂടി. കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞ് കരഞ്ഞ് മരിച്ചു പോകുമോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ വിഷമിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിനെയും പിടിച്ച് ട്രെയിനിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വന്ന് നിന്നു. ശക്തമായ കാറ്റടിച്ചതുകൊണ്ട് അല്പം ആശ്വാസം കുഞ്ഞിന് തോന്നി. വീണ്ടും ഞാൻ കമ്പാർട്ട്മെൻറ്റിൽ പോയി ഇരുന്നപ്പോൾ അവൾ കരയാൻ തുടങ്ങി. വീണ്ടും ഞാൻ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ നിർത്തി, ഒരു സ്റ്റേഷനിൽ നിർത്തി. ക്രോസിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ TTR വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തൊട്ടറമ്പിൽ AC കോച്ചാണ്, AC-യിൽ സീറ്റുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സീറ്റുണ്ട്, എത്ര സീറ്റ് വേണേലും തരാം, ഒരു സീറ്റിന് 1000 രൂപ എടുത്ത് എക്സ്ട്രാ കൊടുക്കണം, ആകെ 2000 രൂപ കഷ്ടിച്ചങ്ങാൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഒരു സീറ്റ് ഞാൻ വാങ്ങാം, മഞ്ജു നീയും കൊച്ചും കൂടെ പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മഞ്ജു അതിന് വിസമ്മതിച്ചു. തനിച്ച് പോകുന്നില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ മഞ്ജു തനിച്ചവിടെ പോയി ഇരിക്കത്തില്ല, എല്ലാവർക്കും കൂടെ പോയി അങ്ങനെ ഇരിക്കാൻ സാധിക്കത്തുമില്ല. പിന്നെ ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, നീ ഈ ട്രെയിൻ മുഴുവനും AC ആക്ക്. അങ്ങനെ കുഞ്ഞ് കരഞ്ഞ് തളർന്നിരുന്ന അവസ്ഥയിൽ വീണ്ടും ട്രെയിൻ മുമ്പോട്ട് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവിന് മനസ്സിലായെന്ന് അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അടുത്ത സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അവൾ പുതച്ച് മൂടിയാണ് നാട്ടിലെത്തിയത്. പ്രിയപ്പെട്ടവർ, എവിടെ പോയാലും ഏത് സാഹചര്യത്തിലേക്ക് പോയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതൊരു തോന്നലും സങ്കല്പമല്ല, അവൻ ഇമ്മാനുവേലാണ്. എൻ്റെ പേര് സൈജു, ഇതെൻ്റെ ജീവിത പങ്കാളി രശ്മി. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അനിയും മഞ്ജുവും അവർ സുവിശേഷത്തിന് വേണ്ടി കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് കണ്ട് വിവാഹത്തിന് മുന്നേ തന്നെ ഞാനും കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്നൊരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് 20 വർഷമായി ഇപ്പം അനിയും മഞ്ജുവും അവരുടെ ശുശ്രൂഷയുടെ ഞങ്ങൾ 20 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ അനേകം കുടുംബങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇതുപോലെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കേരളത്തിന് അകത്തും കേരളത്തിന് വെളിയിലും ഭാരതത്തിന് വെളിയിലും ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് ചെയ്യാൻ കാരണം ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കൊരു ക്രിസ്മസ് അനുഭവമാണ് ഉണ്ടായത്. ഈ അനുഭവം അനേകർക്കും ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് കുടുംബമായി സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സുവിശേഷ വേല ആരംഭിച്ച കാലം മുതൽ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. 22 വർഷമായി ഞങ്ങൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി മുമ്പോട്ട് പോകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ പലരും പല മിഷൻ പ്രവർത്തനങ്ങൾക്കായി പോകാറുണ്ട്. ഫിയാത്ത് മിഷനുമായിട്ട് ചേർന്ന് ഞങ്ങൾ മിഷൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടായ്മയിലെ 2 സഹോദരങ്ങൾ, അതായത് ഒരു ദമ്പതികളാണ്, അവർ ആദ്യമായിട്ട് ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്തേക്ക് ഒരു മിഷന് വേണ്ടിയിട്ട് പോകുവാനായിട്ട് തയ്യാറെടുത്തു. അങ്ങനെ അവർ എറണാകുളത്ത് നിന്ന് ബോംബെക്കുള്ള ട്രെയിനാണ് കയറുന്നത്. ബോംബെ ചെന്നിട്ടാണ് അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവർക്ക് പോകാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തത് എറണാകുളത്ത് നിന്ന് മുംബൈക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 2 പേർ എറണാകുളത്ത് നിന്ന് കയറും, ഒരാൾ തൃശ്ശൂരിൽ നിന്ന് കയറും. അപ്പോൾ തൃശ്ശൂരാണ് ഫിയാത്തിൻ്റെ ഓഫീസ്. അപ്പോൾ ഓഫീസിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കയറുന്ന ആളുടെ കയ്യിൽ ടിക്കറ്റും പൈസയും എല്ലാം വിസയുടെ പേപ്പറും എല്ലാം കൊടുത്തു വിടും. അങ്ങനെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ എറണാകുളത്ത് നിന്ന് രാത്രിയിൽ തുരന്തോ എക്സ്പ്രസ്സിന് കയറി. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന 3 പേർക്ക് എറണാകുളത്ത് നിന്ന് എടുത്തതുകൊണ്ട് എടുത്തപ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു ഈ ട്രെയിൻ തൃശ്ശൂർ സ്റ്റോപ്പില്ലാത്തതാണെന്ന്. മറ്റെല്ലാ ട്രെയിനും തൃശ്ശൂർ നിർത്താറുണ്ട്, ഈ ട്രെയിൻ നിർത്താറില്ലെന്ന സത്യം നമുക്കറിയത്തില്ലായിരുന്നു. ഇവർ എറണാകുളത്ത് നിന്ന് വണ്ടി വിട്ട് കഴിയുമ്പോഴാണ് ഇവരോട് കമ്പാർട്ട്മെൻറ്റിലിരിക്കുന്നവർ പറയുന്നത് ഇത് തൃശ്ശൂർ നിർത്തത്തില്ലെന്ന്. അവർക്ക് ഭയം തോന്നി. എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ ഒറിജിനൽ ടിക്കറ്റില്ല, മൊബൈലിൽ ടിക്കറ്റിൻ്റെ കോപ്പി മാത്രമേ ഉള്ളൂ, മറ്റ് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ ട്രെയിൻ തൃശ്ശൂർ നിർത്താറില്ല. ഞാനും ഞെട്ടി, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന ആളെ വിളിച്ച് ചോദിച്ചു, സഹോദര ഒന്ന് അന്വേഷിക്കുക, ഇത് അവിടെ നിർത്തുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അദ്ദേഹം തിരക്കിയിട്ട് പറഞ്ഞു ഈ ട്രെയിനിന് സ്റ്റോപ്പില്ലെന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ പോകരുത് എവിടെയും, ആ ട്രെയിൻ പാസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് അരികിൽ തന്നെ നിന്നോണം. കാരണം ഇതുവരെ അത് നിർത്തിയിട്ടില്ലെങ്കിലും ഇന്ന് നിർത്താതിരിക്കാൻ ഒക്കത്തില്ല. കാരണം കർത്താവിൻ്റെ ദാസന്മാരല്ലേ പോകുന്നത്. ഈ ജോലി, ഈ അവസരം മാറ്റിവെക്കാവുന്നതല്ല. ഈ ട്രെയിൻ കിട്ടിയില്ലേ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകും. ഫ്ലൈറ്റ് മിസ്സാകുന്നതിലല്ല, നമുക്ക് കൃത്യസമയത്ത് അവിടെ ചെന്ന് നമ്മുടെ ശുശ്രൂഷ തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇതിവിടെ നിർത്തും, വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിനകത്തിരുന്നവരോടും പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കുന്നവരാരും പറയുന്നത് കേൾക്കണ്ട, ഇന്ന് ഈ ട്രെയിൻ നിർത്തും, നിർത്താതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഉറങ്ങിക്കിടന്ന മഞ്ജുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ദൂതന്മാരെ അവിടെ നിർത്തണം, ഇന്ന് ആ ട്രെയിൻ അവിടെ നിൽക്കണം, യേശുവിൻ്റെ നാമത്തിൽ ആ ട്രെയിൻ ഇന്ന് അവിടെ നിൽക്കട്ടെ, ആൻ്റണി ചേട്ടൻ അതിൽ കയറി പോകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ അഫയാത്തിൻ്റെ കോർഡിനേറ്റർ സീറ്റിൽ ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞു. സീറ്റിൽ ചേട്ടനും അവരെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. അവരാ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത് നിന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അവിടെ പച്ച സിഗ്നൽ ആയിരുന്നെങ്കിലും അത് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയപ്പോൾ ആ സിഗ്നൽ മാറി, ചുമല വന്നു. ട്രെയിൻ ആ ഡെഡ് എൻഡിൽ വന്ന് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതിന് മുൻപ് തന്നെ സിഗ്നൽ മാറി ആ ട്രെയിൻ യാത്ര തുടർന്നു. ഇതിനിടയിൽ സീറ്റിൽ ചേട്ടനും അവിടെ കൂടെ ഉണ്ടായിരുന്നവരും ആൻ്റണി ചേട്ടനെയും ലഗേജ് എല്ലാം പെട്ടെന്ന് തന്നെ ട്രെയിനിലേക്ക് കയറ്റുകയുണ്ടായി. എല്ലാവരും ഞെട്ടിപ്പോയി. ട്രെയിൻ അകത്തിരുന്നവർ ഞെട്ടി, പുറത്തു നിന്നവർ ഞെട്ടി. സീറ്റിൽ ചേട്ടനൊക്കെ മടങ്ങി വരുമ്പോൾ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന പോർട്ടർമാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇവർ സാധാരണ ആൾക്കാരല്ല, മുകളിൽ പിടിയുള്ളവരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ കർത്താവിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, യേശു നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല, മുകളിൽ പിടിയുള്ളവരാണ്. നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദേശങ്ങൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് സുവിശേഷ ദീപവുമേന്തിയുള്ള ഒരു കുടുംബത്തിൻ്റെ സഞ്ചാരം. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലോകത്തിന് നൽകുവാനുള്ള തീക്ഷ്ണമായ സഞ്ചാരം. ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നതാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയ ഏതൊരു വ്യക്തിയുടെയും ദൗത്യം. ഇതാ, ഈ കുടുംബവും ഇന്നിൻ്റെ നക്ഷത്രങ്ങളാകുന്നു. രക്ഷകനിലേക്ക് അനേകരെ എത്തിക്കുന്ന വഴികാട്ടിയാകുന്ന നക്ഷത്രങ്ങൾ, സുവിശേഷത്തിലേക്ക് അനേകരെ ചേർക്കുന്ന ജീവിത നക്ഷത്രങ്ങൾ. ഞങ്ങൾക്കുള്ളവൻ ദൈവം, ഞങ്ങൾക്കുള്ളവൻ, ഞങ്ങളോ